ഈ വീഡിയോ തുടങ്ങുന്നത് 2025 2025 ന്യൂ ഇയർ സെലിബ്രേഷൻ അത് നമ്മുടെ പാലക്കാട് ലുലു മാളിൽ വെച്ചാൽ തുടങ്ങിയത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോകുന്നത് ഹൈവേ കയറി ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് വെൽ പ്ലാൻഡ് ആയിട്ട് പരിപാടിയൊന്നുമില്ല. ആ കുട്ടി മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പോയി എത്താൻ പോകുന്നത് ഊട്ടിയിലേക്കാണ്. രാവിലെ 3:30 ചായ കുടിയാണ് ഞങ്ങളിപ്പോൾ കണ്ടത്. ടൈം ഉണ്ടോ 5:18 പുല്ല് വെറും കാലില് നാറി കാരണം ഈ തണുപ്പത്തൊന്നും പറയേണ്ട അവസ്ഥ. കണ്ടത് 2 കാട്ടുപോത്തിനെയാണ് കൈ സത്യം. അതാണ് പാകെ കണ്ടത്. കുഴിട്ട് പാട്ടി എന്തിനാണ് ഇത് അത് പറഞ്ഞ അല്ല എന്തിനാണ് ഞങ്ങൾ രാവിലെ 4:45 ചുരം കയറാൻ തുടങ്ങി. ആ വീഡിയോ കണ്ടാൽ അറിയാം. ഞങ്ങൾ ചുരത്തിന്റെ പകുതി വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഞങ്ങൾ ലാസ്റ്റ് മഞ്ഞും കണ്ട് ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. അവിടെ പോയി ഒരു സൺറൈസ് ആണ് നമ്മുടെ ഇവിടെ വന്നതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു. 2026 സ്റ്റാർട്ടിംഗ് എന്തായാലും സൂപ്പറാണ്. ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ സൺറൈസ് കണ്ടത് ഞങ്ങൾ നേരെ അവിടെ ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞ സംഭവം ഊട്ടി. ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. എൻട്രൻസ് ടിക്കറ്റിന് അവിടെ പെർ ഹെഡ് 25 രൂപ. സോ ഞങ്ങൾ 50 രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി ഇനി സെപ്പറേറ്റ് അവിടെ എന്തെല്ലാം കാണാനുള്ള മൈൻഡാണ് രണ്ടാമത് പോയിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് അവിടെ പോയി നോക്കുമ്പോൾ ബോട്ടിങ്ങിന് സെപ്പറേറ്റ് എമൗണ്ട് ആണ് നമുക്ക് നേരത്തെ അറിയുന്നത്. പക്ഷേ നല്ല എമൗണ്ട് ഉണ്ട്, നല്ല ലെവൽ എമൗണ്ട് ആവുന്നുണ്ട്. ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് കയറുന്നില്ല. കാരണം ഞങ്ങളുടെ പൈസ ഉണ്ടായിരുന്നില്ല. സത്യം പറയാലോ, ഞങ്ങൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ആകെണ്ടായിരുന്ന എമൗണ്ട് വന്നിട്ട് 1000 രൂപയാണ്. ബാക്കി ഞങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് 200 രൂപ സെറ്റ്. അങ്ങനെ 1200 രൂപ കൊണ്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പ് മൊത്തം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വലിയ ഫണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പല പരിപാടി ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് റൈഡുകളും അതേപോലെ ബോട്ടിംഗ് ഞങ്ങളുടെ പരിപാടിക്കൊന്നും കയറാൻ പറ്റില്ല. ചെറിയ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ജസ്റ്റ് മ്യൂസിയം, പാർക്കുകൾ പിന്നെ അതേപോലത്തെ സെറ്റപ്പ് മാത്രം കണ്ടു. പിന്നെ നേരെ പോയി ഊട്ടിയിൽ ആംബിയൻസ് ഉണ്ട് ഗൈസ്. ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം ആംബിയൻസ് കൊടുക്കുന്ന വൈബേഴ്സ് ആണ്. കുറച്ച് നല്ല ലെവലിൽ തുടങ്ങാൻ പറ്റിയിരിക്കും. പക്ഷേ നമുക്ക് നല്ല ലെവൽ ഫണ്ട് വേണം ഗൈസ്. ഇല്ലെങ്കിൽ നല്ല ലെവൽ പണിയാവും.